നമസ്കാരം ഭക്തജനങ്ങളെ. നമ്മൾ ഇന്നു മുതൽ ഭഗവത്ഗീതയുടെ പ്രധാന ചില ശ്ലോകങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് പഠിക്കാം എന്ന് കരുതുന്നു. അതിനു മുമ്പായിട്ട് ഗുരുവന്ദനം എന്നൊരു കർമ്മമുണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഗുരുപരമ്പരകളുടെ അനുഗ്രഹാശസ്സുകൾ നേടിക്കൊണ്ടു വേണം ഏതൊരു ഭാരതീയ ആധ്യാത്മിക തലത്തിലുള്ള കർമ്മങ്ങളും ചെയ്യുവാൻ എന്നൊരു സംഗതി നമ്മുടെ പൂർവികരായിട്ട് നടത്തിപ്പോന്നിട്ടുണ്ട്. അത് തുടർന്നും നമ്മുടെ ഈ തലമുറയും തുടർന്ന് അതേ രീതിയിൽ തന്നെ പിന്തുടരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളും ആ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നത്. ഗുരുക്കന്മാരുടെ അനുഗ്രഹമില്ലാതെ ഒരു സംഗതിയും നമുക്ക് അതിൻ്റെ പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് അതിന് അടിസ്ഥാനം. അപ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനെയും ഗുരുവിൻ്റെ പരമ്പരകളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും നമുക്ക് ഈ കർമ്മത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഗുരുവന്ദനമാണ്. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിന്നിതി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഗുരുവന്ദനം കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഭഗവത്ഗീതയെക്കുറിച്ച് ഒരു 2 വാക്ക് നമുക്ക് ആദ്യം സംസാരിക്കാം. എന്താണ് ഭഗവത്ഗീത? ഭഗവത്ഗീത എന്ന് പറയുന്നത് 700 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാരതീയ ഗ്രന്ഥമാണ്. അത് ഭഗവാന്റെ ഉപദേശങ്ങൾ അടങ്ങിയതാണ്. ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗത്ത് വരുന്ന ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. നമുക്കറിയാം, മഹാഭാരത യുദ്ധ ഭൂമിയിൽ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ ബന്ധുജനങ്ങളെ കണ്ട് മനസ്സ് മടുത്ത, യുദ്ധം ചെയ്യാൻ തയ്യാറാവാതെ നിന്ന അർജുനനെ തൻ്റെ ധർമ്മങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് തൻ്റെ കർമ്മപഥത്തിലേക്ക് ഭഗവാൻ എത്തിക്കുന്ന രീതിയിലാണ് ഭഗവത്ഗീതയുടെ വിശകലനങ്ങൾ വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളിലെ എല്ലാ ശ്ലോകങ്ങളുടെയും ആധാരമായ ഒരു 4 ശ്ലോകങ്ങളുണ്ട്. ഈ 700 ശ്ലോകങ്ങൾക്കകത്ത് തന്നെ ഒരു 4 ശ്ലോകങ്ങൾ, അത് 10ാമത്തെ അധ്യായത്തിൽ വരുന്ന 4 ശ്ലോകങ്ങളാണ്. അതിനെ ചതുർശ്ലോകി ഭഗവത്ഗീത എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചതുർശ്ലോകി ഭാഗവതവുമുണ്ട്. ഇതിൽ ഭഗവത്ഗീതയിലെ ആ ചതുർശ്ലോകി 4 ശ്ലോകങ്ങൾ വരുന്നത് 10ാം അധ്യായത്തിലെ 8, 9, 10, 11 ഈ 4 ശ്ലോകങ്ങളാണ് ചതുർശ്ലോകി ഭഗവത്ഗീത. ഈ 4 ശ്ലോകങ്ങളിൽ ഭഗവത്ഗീതയുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ 4 ശ്ലോകങ്ങൾ ഞാൻ ആദ്യം ഒന്ന് ചൊല്ലാം. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ബുധാ ഭാവാ സമന്വിതാഃ മച്ഛിത്താ മദ്ഗത പ്രാണാ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം
തുഷ്യന്തി ച രമന്തി ച തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്തോ ജ്ഞാനദീപേന ഭാസ്വത. ഇതാണ് ആ 4 ശ്ലോകങ്ങൾ. ഈ 4 ശ്ലോകങ്ങളിലെ അർത്ഥം എന്താണെന്നും കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇതിന് തുടക്കം കുറിക്കാം. നമുക്ക് ആദ്യമായിട്ട് 10ാം അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകമായ അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതി ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാഹ. അതിൻ്റെ വിവർത്തനം ഭഗവത്ഗീത യഥാരൂപത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് എന്ന് നോക്കാം. അത് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. ഏതാണ്? ഭൗതിക ആധ്യാത്മിക ലോകങ്ങൾ, അതായത് മെറ്റീരിയൽ വേൾഡും വരും, ആധ്യാത്മിക തലത്തിലുള്ള സ്പിരിച്വൽ വേൾഡും വരും. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞാരാധിക്കുകയും ചെയ്യും. ആരാണ് പറയുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ് 10ാം അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകത്തിൽ. ഇനി 2ാമത്തെ ശ്ലോകം ഏതാണ്? 10ാം അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. അതിന്റെ വിവർത്തനം എന്താണ് ശ്രീല പ്രഭുപാദർ കൊടുത്തിരിക്കുന്നതെന്നറിയാവോ? എൻ്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എൻ്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാകുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു.